ഞാൻ വിളിക്കാം. ശരി എന്നാ. മിനി, മിനി, ഇവിടെ ഇരിക്കാനേ മിനിയെത്തി വരണ. ഞാൻ വിളിക്കണ അവളെ. വേണ്ട ചേച്ചി, സാരിയല്ലേ, ഞാൻ ഉടുത്തോളാം. മുല്ലപ്പ് വെക്കാൻ വന്നാ മതി, അപ്പത്തിന് ഞാൻ വിളിക്കാം. ഓക്കെ, ശരി എന്നാ. ഇത് മതിയായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ ഉടുക്കണ്ടേ? എനിക്ക് വയ്യ. മോളെ അച്ചു. ഓ, ഞാൻ ഇപ്പൊ ആന്റീനെ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ആന്റി എത്തി. ആന്റി, എനിക്ക് ഈ സാരി ഒന്ന് എങ്ങനെയെങ്കിലും ഉടുത്തു തരണം കേട്ടോ. അതെനിക്ക് അറിഞ്ഞൂടെ, എന്റെ മോൾക്ക് കൊടുക്കാനൊന്നും അറിയില്ലെന്ന്. അതുകൊണ്ട് ആന്റി വേഗം അങ്ങോട്ട് വന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ചു? കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പൂവും കൂടി വെച്ചാ മതി. ആന്റി പൂ വെച്ചാട്ടോ? അയ്യോ, അത് വേണ്ട ആന്റി. അത് രവിയേട്ടന്റെ എഴുത്തിമാര് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് അതൊരു വിഷമാവണ്ട. ഓ, കുഴപ്പമില്ല, വിളിച്ചോളൂ. ആഹാ, സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അച്ചു. സീമാന്റിയാ ഉടുത്തു തന്നെ, അതാ. നന്നായിട്ടുണ്ട് സീമയെ. സാരി കൊടുക്കാൻ നന്നായിട്ട് അറിയാലേ. നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാ എനിക്ക് സാരിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ അറിയാം. ഓ, ചേച്ചിമാരെ വിളിച്ചതേ മുല്ലപ്പൂ ഒന്ന് വച്ചു കൊടുക്കാനായിരുന്നു. മിനി, മിനി, നീ ഇങ്ങോട്ട് വന്നേ. ഈ മുല്ലപ്പൂ ഒന്ന് വെച്ച് കൊടുക്ക്. അവളിപ്പോ വരൂട്ടാ, അവൾ വെച്ച് തരും. അച്ചു, ഞാനിത് തല വെച്ച് തരാട്ടാ. ഇങ്ങനെയാണോ വെക്കുന്നത്? മുടി കുറച്ച് പേപ്പട്ടൊക്കെ ചീന്തിയിട്ട് അത്രയ്ക്ക് മോഡലായിരുന്നു. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. അതെ അതെ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എന്നാ ഇനി സമയം കളയണ്ട, വേഗം വാ. നമുക്ക് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യണ്ടേ? ശരി ചേച്ചി. നിങ്ങളൊക്കെ ഇവരെ വീടിന്റെ അടുത്തുള്ളവരാണോ? നമ്മളവിടെ അടുത്തുള്ളതാണ്. ഇവരൊക്കെ അവരെ റിലേറ്റീവ്സ് ആണ്. അപ്പൊ രവീനെ ചെറുപ്പം തൊട്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ആ, രവീനെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല കുട്ടിയാണ്. നിങ്ങളുടെ മോളേനെ പൊന്നു പോലെ നോക്കവേ. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ടാട്ടാ. എനിക്കൊരു ടെൻഷൻ, അതാ ഞാനിങ്ങനെ ചോദിച്ചത്. അത് പിന്നെ ഞമ്മക്ക് അറിഞ്ഞൂടെ? അതൊന്നും കുഴപ്പമില്ലടോ, അതൊക്കെ നല്ല പയ്യനാണ്. ഇതെന്താ ഇവര് ഈ കാട്ടുന്നത്? പുറപ്പാട് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പത്തെ പിള്ളേരല്ലേ, ട്രെൻഡിനനുസരിച്ചല്ലേ അവരുടെ ഡ്രസ്സിങ് ഒക്കെ. അപ്പൊ അതാണ് നേരം വൈകണത്. ചേച്ചി വന്നോ? അയ്യോ, ഈ ഡ്രസ്സിലെ ചേച്ചീനെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. നേരത്തെ ഡ്രസ്സായിരുന്നു സൂപ്പർ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഇതും നല്ല ഡ്രസ്സാണല്ലോ. കുഴപ്പമില്ല, പക്ഷേ മറ്റേ ഡ്രസ്സിൽ ചേച്ചീനെ കാണാൻ സൂപ്പർ ആയിരുന്നു. എല്ലാരും അശ്വതി മോളെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുക. വായോ, നമുക്ക് അങ്ങോട്ട് പോവാം. മോളെ കവി, അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കി. ശരി അമ്മേ. അല്ല, ഈ രവി നേരത്തെ എവിടേക്കാ പോയത്? രവി, രവി. പറയും പോലെ ഈ ചെക്കനിത് എവിടേക്കാ പോയത്? നീ ഇതെങ്ങോട്ടാ പോയ മോനെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എടുത്തി. ആ മിനി, ആ റിംഗ് ഇങ്ങോട്ട് എടുത്തോ. ആ ശരി ചേച്ചി. ഇതാ ചേച്ചി റിംഗ്. ആ, ഇനി റിംഗ് എക്സ്ചേഞ്ച് ചെയ്തോളൂ. അച്ഛോ, രവിയുടെ അടുത്തെത്തി. എനിക്കെന്റെ കൈയും കാലൊക്കെ വിറക്കുന്നു. അച്ചു, അച്ചു. ആ രവിയേട്ടാ, ഞാൻ കേൾക്കുന്നുണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആണല്ലോ ഇത്. അതെ, ഞാനിത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാ അച്ഛനോട്. ഒഴിവത് സമയമൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കും. നല്ല കാറ്റാണ് ഇവിടെ. ഇപ്പൊ എന്താണ്, ഡിഗ്രി ഫൈനൽ എത്തിയോ? ആ എത്തി, ഡിഗ്രി ഫൈനൽ എത്തി. ഇനി എന്താണ് പ്ലാൻ? കല്യാണം കഴിഞ്ഞാലും പഠിക്കണം എന്ന് തന്നെയാണോ? എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. എന്താണ് ഇവിടെ രണ്ടുപേരുടെയും പരിപാടി? നിനക്കെന്താ പാറു ഇവിടെ കാര്യം? ആ, ചെറിയമ്മ പറഞ്ഞു എന്നോട് നിങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്ക് വിടരുതെന്ന്. അച്ഛൻ്റെ കുഴപ്പമില്ല, പക്ഷെ ചെറിയച്ഛനെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയമ്മയും അമ്മയും കൂടി. ഡേഡി, നിന്നെ ഞാൻ ഉണ്ടല്ലോ. നിന്നെ പറ ഇങ്ങോട്ട് വിട്ടത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചതാണെന്ന്. എന്തായി? രണ്ടുപേരും സംസാരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ? ആ ചേച്ചി. വാ മോനെ, രവി വന്ന് ഭക്ഷണം കഴിക്കാം. മോളെ, നീ രവിനെ കൂട്ടിട്ട് വായോ, ഭക്ഷണം കഴിക്കാം. ആ അമ്മേ. അവര് വന്നോളും അല്ലേ? വേഗം അങ്ങോട്ട് വന്നേക്കാം കേട്ടോ. വാ രവിയേട്ടാ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അതെ അതെ, വേഗം വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ പാറു, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം.
ശരി മോളെ പാറു സൂക്ഷിച്ച് നടക്കട്ടോ, അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ ശരിമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. അപ്പൊ ശരി, ഇനി നമുക്ക് ഇറങ്ങിയാലോ? എങ്ങനെ പോവുക അല്ലേ രവി? രണ്ടാളും ഫേസ് കണ്ടില്ലേ? ആകെ സങ്കടമായ മട്ടിലുണ്ട് അല്ലേ? അതിനെന്താ, ഇനി രവിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാലോ കാണാലോ. അപ്പം ശരി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അപ്പം ശരി അച്ചു, പോയിട്ട് വിളിക്കാം ഞാൻ. ശരി രവിയേട്ടാ. എന്താ സങ്കടം രണ്ടാളുടെ മുഖത്ത്? അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ കുറെ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇനി എന്നും ഇടാൻ ശ്രമിക്കാം കേട്ടോ. കുറച്ച് പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഹായ് പറയാൻ പോകുന്നത് ഞാനാണ്. അയ്യടാ, അതിന് ഞാൻ സമ്മതിക്കില്ലേ. എന്നും എനിക്ക് തന്നെ ഹായ് പറയണം. പാറുമോളെ, ഇന്നൊരു ദിവസം അച്ഛ പറഞ്ഞോട്ടെ പ്ലീസ് മോളെ. എന്തായാലും നമ്മുടെ ഫാമിലിക്ക് വരില്ലേ. ഇന്ന് എന്തായാലും അച്ഛ ചെറിയമ്മ പറഞ്ഞോളൂ. ഓ താങ്ക് യു മോളെ. ഹായ് റിസ്വാന, ഹായ് റിതക്കുട്ടി, ഹായ് അതുല്യ ലക്ഷ്മി, ഹായ് ഫാത്തിമ റിഷ, ഹായ് ഫാത്തിമ കെ, ഹായ് ഇവാനിയ, ഹായ് ഫർസു. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഓക്കെ, അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ.